കോച്ച് കൊടുത്തു വിടാൻ ഈ പ്ലാങ്കമല്ലിയിൽ ആരാ അന്തസ്സുള്ളവന്മാരുള്ളത്? ഈ കോച്ചിനകത്ത് ആരെങ്കിലും വെള്ളം ഒഴിക്കൂടാ. ഞാട്ടാ ആരാടാ ഈ കോച്ച് കൊടുത്തു വിട്ടത്? അങ്ങനെ പറഞ്ഞ എന്നതാ ഒരു രസം? കൊച്ചുണ്ണി തന്നെ പറയും. ഞാൻ വേണേ ഒരു ക്ലൂ തരാം. പള്ളിയുടെ കിഴക്കാ വീട്. പള്ളിയുടെ കിഴക്ക് ഭാഗമായിട്ട് വരും നമ്മുടെ പേർഷ്യയിലുള്ള ഉമ്മച്ചൻ. അല്ല എന്നാ പറയണ്ട വഴി. പള്ളിയുടെ കിഴക്ക് വശത്താണ്, പക്ഷെ ഉമ്മച്ചന. ഇപ്പൊ പിടികിട്ടി. അവൻ നന്ദിയുള്ള ചെറുക്കന. പണ്ടൊരു കേസിൽ പെട്ടപ്പോ നമ്മുടെ SI സദാശിവനോട് പറഞ്ഞ് ഞാൻ ഇറക്കിക്കൊണ്ട് വന്നത് പുളിയം പറമ്പത്തെ രാജു. അല്ല അല്ല പിന്നെ ആരാടു? അത് ഒരു ക്ലൂ കൂടെ വേണേ തരാം. ഈ ക്ലൂ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഫോണിലൂടെ ഒക്കെ ഫ്രണ്ടിനോടൊക്കെ അതൊന്നും അല്ല. അല്ലേ? ആള് പേർഷ്യക്കാരനല്ല. പേർഷ്യക്കാരനല്ലെങ്കിൽ നീ ഒന്നുകൂടെ പിന്നല്ല. പിന്നെ ആരാ? പേർഷ്യക്കാരനും അല്ല, പള്ളിയുടെ കിഴക്ക് വശത്ത്. പിടികിട്ടി. അമേരിക്കയിലുള്ള റോയ്. ഓർത്ത് കഴിഞ്ഞ ദിവസം കണ്ടപ്പോ എനിക്കൊരു സാധനം കൊടുത്തയക്കാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ പൈലിസാറിന്റെ മോൻ റോയ്. അല്ല. അല്ലേ? എന്നാ ഒന്നുകൂടെ ഒഴിയടാ. അല്ലെന്ന് പറഞ്ഞ ആളെ കിട്ടി. ഇതാ ഞാൻ വലിയ സസ്പെൻസ്. പറഞ്ഞാട്ടെ. എടാ, നമ്മുടെ സിംഗപ്പൂരിലുള്ള രാജപ്പൻ. അവന് ഒരു കുപ്പി മാത്രം തന്നാ പോരാ, അതിന് തക്കോണമുള്ള സഹായം ഞാൻ അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. രാജപ്പനല്ലോടാ. തോറ്റെങ്കി അങ്ങ് പറ. എന്നാലേ നീ ഒരു ക്ലൂ കൂടി ഇങ്ങോട്ട് ഒഴി. കൊച്ചുണ്ണിയുടെ പഴയ ഫ്രണ്ടാ. ഇപ്പൊ ഇച്ചിരി പിണക്കത്തില്ല, പക്ഷെ കൊച്ചുണ്ണിയുടെ മനസ്സിലാവുന്നില്ല. പണ്ടേ മറന്നു. ഓ, ആ പന്ന കഴിവറടാമോൻ. പ്ലാങ്കുഴിയിലെ സേവ്യർ, ആ ലണ്ടനിലുള്ള. എന്നാ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. എന്നാ ഇയാൾ അങ്ങോട്ട് ഉണ്ടാക്ക്. കുരുടഞ്ചാലിൽ മാത്തുക്കുട്ടി. ഓ, ഒരു മിനിറ്റ്. അയ്യോ, അതാ വെള്ളം ചേർത്ത് അടിച്ചിരുന്നേല് ആ ബോഡിയെ കിടക്കുകയില്ലായിരുന്നോ? കൊച്ചുണ്ണി വേണം ഇച്ചിരി നേരം കിടന്നോ. ഞാൻ പോയിച്ച് മാത്തുക്കുട്ടിയെ വിളിച്ചോണ്ടെങ്കിൽ വരാം. എന്നിട്ട് നമുക്കിതങ്ങ് തീർക്കാം. ആ പന്നം കൊണ്ടുവന്ന കള്ള് നീ എന്നെ കൊണ്ട് കുടിപ്പിച്ചല്ലോടാ. അല്ലൊന്നും. അയ്യോ, നിന്നെ ഇന്ന് ഞാൻ കൊണ്ടുപോടാ പരമ നാറി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി മാത്തുക്കുട്ടി തന്നയച്ചതാ. ഞാനിതിൽ പങ്കുകാരനല്ല. ഒരു കുപ്പി കള്ളിൽ ഈ കൊച്ചുണ്ടി വീഴുമെന്ന് ആ പരമനാറി കരുതിയോടാ. അതുകൊണ്ട് തീരാനുള്ളതാണോടാ ഞങ്ങൾ തമ്മിലുള്ള കണക്ക്. ഒരു സ്കോച്ച് എന്റെ പൊന്നു കൊച്ചുണ്ണി, എന്നെ ഒന്നും ചെയ്യല്ലേ. കുപ്പിക്ക് പകരം നിന്റെ ബോഡിയാണോ ഞാൻ അവന് കൊടുത്തയക്കാൻ പോകുന്നത്. ഒന്നും ചെയ്യല്ലേ. കൊല്ലും നിന്നെ ഞാൻ പരമ നാറി. കൊച്ചുണ്ണി, എന്നതാടാ ഇത്? എന്റെ പൊന്നമ്മച്ചി, എന്നെ കൊല്ലല്ലെന്ന് പറ. തോക്ക് മാറ്റി പിടിക്കടാ. അയ്യോ, നിങ്ങൾ തക്ക സമയത്ത് വന്നു. ഇല്ലെങ്കിൽ അമ്മച്ചിയുടെ പൊന്നുമോനുണ്ടല്ലോ സെൻട്രൽ ജയിലിൽ പോയനെ. ആനന്ദ, നീ പൊക്കോടാ. ഞാൻ പറഞ്ഞോളാവേ. അങ്ങനെ ആ 3000 പോയി കിട്ടി. ഓ, ഇയാക്കിയാളുടെ 3000 ഉലുവ പോയന്റെയാ. ഞാൻ ഇവിടെ ജീവനോടെ രക്ഷപ്പെട്ടു വന്നതേ ജനിച്ചപ്പോ തന്നെ ദൈവം അരക്കി കീഴ്പോട്ട് 2 കാല് ഫിറ്റ് ചെയ്യുന്നോണ്ടാ. ഘോരമല്ലായിരുന്നു, ഘോരം. ഇനി ആ അലമ്പ് ഇങ്ങോട്ടെങ്ങാനും കെട്ടിയെടുക്കുന്ന എടുത്തൂടാകെ ഇല്ല. മാത്തുക്കുട്ടിയെ, എന്നാടാ ഈ ലൈസൻസ് ഉള്ള തോക്ക് കൊണ്ട് ആളെ കൊന്ന കേസില്ല എന്ന് പറയുന്നത് നേരാന്നോ? കൊച്ചുണ്ണിയുടെ തോക്കിന് ലൈസൻസ് ഉണ്ടേ. ജീപ്പാന്നോ? ജീപ്പാന്നേ, കൊച്ചുണ്ണിയാ. ഓ, വിദ്യാരഥൻ. അതാരാ? വിദ്യാധരൻ. മാത്തുക്കുട്ടിച്ചായോ, നമസ്കാരം. വിദ്യാരനാന്നേ.
ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് നടന്നത് ഇപ്പോഴാ. സ്റ്റുഡിയോന്ന് ഇറങ്ങാൻ ടൈം കിട്ടണ്ടേ? അലക്ക് കഴിഞ്ഞിട്ട് കാശിക്ക് പോവാൻ നേരം കിട്ടുകയില്ല എന്ന് പറയുന്ന പോലെ അല്ലയോ ഞങ്ങള് ടെലിവിഷൻകാരുടെ കാര്യം. ആനന്ദോ ഓ ഇതെന്നതാടാ ഇത്? പ്ലാങ്കമൺ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. വാർത്തകൾ ചൂടോടെ, കറുപ്പിലും വെളുപ്പിലും. ആനന്ദ ഇവനല്ലയോ പ്ലാങ്കമണ്ണിലെ നികേഷ് കുമാർ? പ്ലാങ്കമണ്ണിലെ വീടുകളിൽ പത്രം ഇട്ടുകൊണ്ടായിരുന്നു ഐതിഹാസികമായ മാധ്യമ ജീവിതത്തിന്റെ ആരംഭം. നിനക്ക് കുറച്ചോൾ ആക്രി കച്ചവടമല്ലായിരുന്നു? അതും ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനമാണല്ലോ. ഇന്ന് പ്ലാങ്കമണ്ണിന്റെ വിനോദവും വിജ്ഞാനവും BBC-യുടെ നിയന്ത്രണത്തിലാണ്. BBC പ്ലാങ്കമണ്ണിന്റെ ജീവൽ നാഡിയാണ്, ഗ്ലോബൽ ശ്വാസമാണ്. ആവൽക്കാരനാണ്, ആവിഷ്കാരമാണ്. വിദ്യാരോ ഓ നിന്നെ എനിക്കറിയാവില്ലടോ. മാത്തുക്കുട്ടി ചായൻ ഇവിടെ നിന്ന് പോകുമ്പോ ഞങ്ങളൊക്കെ അങ്ങ് കുഞ്ഞല്ലയോ? അത്രയ്ക്ക് കുഞ്ഞൊന്നുമല്ല. നീ ആ ചിട്ടിക്കവലയിൽ അള്ളു പലിശയ്ക്ക് പണം കൊടുത്തോണ്ടിരുന്ന ദാസപ്പന്റെ മോൻ മോൻ ആ വാചകൊടിയും ആ ഇതും. മാത്തുക്കുട്ടി ചായൻ തിരിച്ചു വന്നു എന്ന് പ്ലാങ്കമണ്ണുകാർ അറിയുന്നത് എന്റെ സ്ക്രോളിലൂടെയാ. ക്രോളോ? ആ ഈ ടിവിയുടെ താഴെ ഹാ, ഇങ്ങനെ. അതൊക്കെ വെറും തുടക്കം. മെയിൻ ഐറ്റം പിന്നല്ലയോ വരുന്നേ. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയ കുരുടൻ ചാലിൽ മാത്യു ജോർജ് തന്റെ 2 ദശാബ്ദ കാലത്തെ തീക്ഷ്ണമായ ജർമ്മൻ അനുഭവം സ്വന്തം നാട്ടുകാരുമായി പങ്കുവയ്ക്കുന്നു. എനിക്കങ്ങനെ പങ്കുവെക്കാനൊന്നുമില്ല. മാത്തുക്കുട്ടി ചായത് ചുമ്മാ അങ്ങനെ അഭിമുഖവാദമൊന്നുമല്ല. സംസാരത്തിനിടെ മാത്തുക്കുട്ടി ചായന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ, കോമഡി സീനുകൾ, സംഘട്ടന രംഗങ്ങൾ, അങ്ങനെ ജനങ്ങളെ മൊത്തത്തിൽ ഹഠാത് ആകർഷിക്കുന്ന ഒരു പെരുന്നാൾ പീസായിരിക്കും. ഈ BBC-യെ വിശ്വസിക്കൂ. എന്റെ പൊന്നു വിദ്യാര, എനിക്ക് ഈ ക്യാമറ എന്ന് കേൾക്കുന്നതേ അലർജിയാ. പിന്നെ ആ ക്യാമറയിലോട്ട് നോക്കി ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ചിരി എന്താന്ന് മറന്നു പോകുന്ന ഒരുത്തരാ ഞാൻ. എന്നെ കൊണ്ടാ. ഇച്ചായ ചതിക്കരുത്, ഞാൻ പരസ്യം ചെയ്തു പോയി. ആരോട് ചോദിച്ചിട്ട്? ഈ ഞായറാഴ്ചത്തെ ചാർട്ടില് എന്റെ 3 മെയിൻ സ്പോൺസേഴ്സാ. ഇച്ചായം വലിഞ്ഞ എനിക്ക് കാശ് നഷ്ടവാ. എന്ന് വെച്ചാ ഈ പ്ലാങ്കമണ്ണിലെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സർവീസാ ഇത്. നിങ്ങളെ പോലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ഇതുപോലൊരു സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ പ്രതീക്ഷിക്കുന്നത് 15 രൂപയാ. അപ്പൊ കാശാണ് മാത്തുക്കുട്ടിയെ. വിദ്യാരോ, ഈ 15,000 രൂപ മുടക്കിയുള്ള പബ്ലിസിറ്റി ഒന്നും താങ്ങാനുള്ള പാങ്ങ് ഇപ്പൊ മാത്തുക്കുട്ടിക്ക് ഇല്ലടാവൂ. തൽക്കാലം ഈ ഡിഷ് ആന്റിനേക്ക് അങ്ങ് മടക്കിക്കും. പ്ലാങ്കമണ്ണിലെ നാട്ടുകാർ ഉറങ്ങുന്നതും ഉണരുന്നതും BBC കണ്ട. BBC-യെ മാത്തുക്കുട്ടി ചായൻ അറിയത്തില്ല. ഒന്ന് പോടാവൂ. വിവരദോഷിയോ പ്രവാസി. ഇന്നത്തെ ന്യൂസ് അവറിൽ ഞാനൊരു പൊളി പൊളിക്കും. ഇയാളെ കെട്ടിങ്കടാർ എടുത്തോണ്ട് പോയില്ലെങ്കിൽ ഇയാളെ ഞാനൊരു പൊളി പൊളിക്കും. മിസ്റ്റർ മാത്യു ജോർജേ, നിങ്ങളുടെ പഴയ കാമുകിയുടെ ബ്രദർ കൊച്ചുണ്ണിക്ക് സ്കോച്ച് കൊടുത്തയച്ചതും അത് അയാളെടുത്ത് തിരിച്ച് ഈ ആനന്ദന്റെ തലക്കിട്ടെറിഞ്ഞതും നാട്ടിൽ പാട്ടായനെ ഈ വിദ്യാരം വിചാരിച്ചാൽ മതി. കാണിച്ചേരാൻ. ആനന്ദ വിഷമാണവൻ.